ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എൻ്റെ നാടിനെക്കുറിച്ചുള്ള വീഡിയോയാണ്. കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ തികച്ചും പ്രധാനപ്പെട്ട ഒരു ചരിത്രപ്രധാനമായ പ്രദേശമാണ് ചിറക്കൽ. കോലത്തിരി രാജവംശത്തിൻ്റെ ശാഖയാണ് ചിറക്കൽ രാജവംശം. ഉത്തര മലബാറിൻ്റെ വലിയൊരു ഭാഗം ഭരിച്ചിരുന്ന ഈ രാജവംശത്തിൻ്റെ ആസ്ഥാനമായിരുന്നു ചിറക്കൽ. പ്രധാന ആകർഷണങ്ങൾ ചിറക്കൽ ചിറ, കേരള ഫോക്ലോർ അക്കാദമി, ചിറക്കൽ കോവിലകം, കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രം, ചാമുണ്ടിക്കോട്ടം എന്നിവയാണ്. തെയ്യം, കഥകളി, കളരിപ്പയറ്റ് തുടങ്ങി പരമ്പരാഗത കലാരൂപങ്ങൾക്ക് വലിയ പിന്തുണ നൽകിയ മണ്ണാണ് ചിറക്കൽ. ഇതാണ് ചാമുണ്ടിക്കോട്ടം. കണ്ണൂർ ചിറക്കലിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രാധാന്യമുള്ള ഒരു പവിത്ര സങ്കേതമാണ് ചിറക്കൽ ചാമുണ്ടിക്കോട്ടം. ചിറക്കൽ രാജവംശത്തിൻ്റെ കുലദൈവങ്ങൾ പ്രധാനിയായ പുലിച്ചാമുണ്ടിയുടെ ആരാധന കേന്ദ്രമായിട്ടാണ് ചാമുണ്ടിക്കോട്ടം അറിയപ്പെടുന്നത്. ചിറക്കൽ ചിറയ്ക്ക് സമീപമാണ് ഈ കോട്ടം സ്ഥിതി ചെയ്യുന്നത്. ഉത്തര മലബാറിലെ തെയ്യപ്രേമികളും ചരിത്രാന്വേഷികളും ഒരുപോലെ എത്തുന്ന കേന്ദ്രമാണിത്. ചിറക്കൽ ചാമുണ്ടിക്കോട്ടം എന്നത് കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ കോവിലകവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ചരിത്രപ്രസിദ്ധമായ കാവും ആരാധന കേന്ദ്രവുമാണ്. ഇതാണ് ചിറക്കൽ റെയിൽവേ സ്റ്റേഷൻ. ചിറക്കൽ റെയിൽവേ സ്റ്റേഷൻ വഴി പാസഞ്ചർ ട്രെയിൻ സർവീസ് ഉണ്ട്. ചിറക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ ക്യാമ്പസിൽ ഉള്ളിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മറ്റ് ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും ആവശ്യമായ ഭക്ഷണ സൗകര്യങ്ങൾ നൽകുന്ന ക്യാൻറ്റീനാണ് രാജാസ് ക്യാൻറ്റീൻ എന്നറിയപ്പെടുന്നത്. ഇതാണ് കടലായി LP സ്കൂൾ. രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ തൊട്ടു മുന്നിലാണ് ഈ LP സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. വിദ്യാലയം കാണുമ്പോൾ പഴയ ഓർമ്മകൾ മനസ്സിൽ ഓടിയെത്തും. ഇനി കാണാൻ പോകുന്നത് ചിറക്കൽ റെസിഡൻസ് അസോസിയേഷൻ്റെ ഓഫീസാണ്. ഓണം, വിഷു, ക്രിസ്മസ് ആഘോഷങ്ങൾ, വാർഷിക കുടുംബ സംഗമങ്ങൾ, സൗജന്യ ആരോഗ്യ രക്തദാന ക്യാമ്പുകൾ എന്നിവ റെസിഡൻസ് അസോസിയേഷൻ വഴി നടത്തിവരുന്നു. എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.